ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിലെ ചില്ലിക്കുട്ടിലിൽ നിന്ന് നമ്മെ കൊതിപ്പിക്കുന്ന ബോണ്ടയാണ്. ചില നാടുകളിൽ ഇതിന് കായപ്പം എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനായി ആദ്യം ഒരു മിക്സിയിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 5 ഏലക്കയുടെ കുരുവും 1 ടീസ്പൂൺ ജീരകവും 2 പട്ടയുടെ കഷ്ണവും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതായത് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയുടെ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഈ ബാറ്ററിലേക്ക് ചേർക്കാനായി പഴത്തിൻ്റെ മിക്സ് നമുക്ക് അടിച്ചെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചു വെച്ച ജാറിൽ തന്നെ 4 പാളയം കൂടെ പഴവും ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. പഴം അടിച്ചെടുത്തതിന് ശേഷം ഈ മിക്സിലേക്ക് ഈ പഴവും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഈ 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. ഈ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. അതിനുശേഷം ഈ ബാറ്റർ കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1/2 മണിക്കൂർ ടു 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു 1/2 മണിക്കൂറേ വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കൈ നന്നായി വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഈ ബാറ്റർ ഒരു ചെറിയ ബൗളായിട്ട് ഉരുട്ടുക. അങ്ങനെ ഈ മാവ് മൊത്തം നമുക്കൊരു ചെറിയ ബോളായിട്ട് ഉരുട്ടി എടുക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ബോണ്ട മുങ്ങി കിടക്കാവുന്ന അത്ര ഒരു എണ്ണ ഒഴിച്ചതിന് ശേഷം തീ സിമ്മിലിടുക. അതിനുശേഷം നമുക്ക് ഈ ബോണ്ടയുടെ ബാറ്റർ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഈ ബ്രൗൺ ഷെയ്ഡായിട്ട് എടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you. See you the next video.